എന്റെ ശരീരം എന്റേതല്ല, എന്റെ ആത്മാവ് എന്റേതല്ല, അതിന്റെ എല്ലാം ഉടമസ്ഥൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് യുഹീ വയുമീത് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. മഗ്രിബിന്റെ ശേഷവും സുബ്ഹിന്റെ ശേഷവും കാലനക്കാതെ ഇരുന്ന ഇരുത്തത്തിൽ ചൊല്ലുന്ന 10 പ്രാവശ്യം ചൊല്ലുന്ന സുന്നത്തുള്ള ദിക്റാണത്. അതേപോലെ നമുക്കറിയാമല്ലോ, നിസ്കാരത്തിന്റെ ശേഷം ഒരു 33 സുബ്ഹാനല്ലാഹ് ചൊല്ലൽ സുന്നത്തുണ്ട്, 33 അൽഹംദുലില്ലാഹ് പറയൽ സുന്നത്തുണ്ട്, 33 അല്ലാഹു അക്ബർ പറയൽ സുന്നത്തുണ്ട്. അത് കഴിഞ്ഞിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ എന്ന് ചൊല്ലിയിട്ടത് 100 പൂർത്തീകരിക്കൽ സുന്നത്തുണ്ട്. അങ്ങനെ ചൊല്ലുന്നവരെ സംബന്ധിച്ച് വലിയ പണക്കാര് അവരെ പണമിങ്ങനെ പടച്ച റബ്ബിന്റെ ദീനിന് വേണ്ടിയും പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടിയും ചെലവഴിച്ച് അവർ വലിയ പ്രതിഫലം റബ്ബിൽ നിന്ന് വാരിക്കൂട്ടുമ്പോ പാവപ്പെട്ടവർ വന്നിട്ട് ഞങ്ങൾക്ക് പണമില്ല നബിയെ, കൊടുക്കാൻ കഴിവില്ല നബിയെ, അവരൊക്കെ പണം കൊടുത്ത് സ്വർഗം വാങ്ങിപ്പോയി, ഞങ്ങൾക്ക് പണമില്ല എന്ന് സങ്കടം പറഞ്ഞപ്പോ അവർക്ക് ചൊല്ലാൻ പറഞ്ഞു കൊടുത്തതാണല്ലോ ആ 100 ദിക്റുകൾ. എന്നാൽ പണം കൊടുത്ത് സമ്പാദിക്കുന്നതിന്റെ പുറമെ ആ ദിക്റും കൂടി ചൊല്ലി സമ്പാദിക്കാനാണ്, സ്വർഗം സമ്പാദിക്കാനാണ് സഹാബികളിലുള്ള സാമ്പത്തിക ശേഷിയുള്ളവർ ശ്രമിച്ചത്. അത് കേൾക്കാൻ വേണ്ടി വന്ന മോമിനീങ്ങളോട് ഞാൻ പറയട്ടെ, 100 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. അവിടെ യുഹീ വയുമീത്തൊന്നും വേണ്ട, വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. അതേ സമയത്ത് മഗ്രിബിന്റെ ദിക്ർ ഞാൻ പറഞ്ഞെടുത്ത് വേണം ഇരിക്കട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ 100 പ്രാവശ്യം ഒരാൾ ചൊല്ലിയാൽ അദ്ദേഹത്തിന് എത്രയാണ് ഓഫർ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം? ഒരു ദിവസം ചൊല്ലിയാൽ 10 ഒട്ടകം കൊടുത്ത പ്രതിഫലം. ഒരൊട്ടകത്തിനെ വാങ്ങണേ തന്നെ എത്ര രൂപ വേണം? നമ്മളാരെങ്കിലും മകന്റെ കല്യാണത്തിന് ഒട്ടകത്തിന് വാങ്ങി അറക്കലുണ്ടോ? നമ്മളെ നാട്ടിന്റെ അടുത്ത് മൗലിദിന് വേണ്ടി ഒരാൾ ഒട്ടകത്തിന് കൊണ്ടുവന്ന് നടത്തുന്നു. നമ്മളെ നാട്ടിന്റെ അടുത്ത് ചിയൂരിൽ. അള്ളാഹു അദ്ദേഹത്തിന് ബർക്കത്ത് ചെയ്യട്ടെ. അതൊക്കെ ചെയ്ത കൂലി സുബ്ഹാനല്ലാഹ്. എത്രയോ 100 കണക്കിന് പാപങ്ങൾ പൊറുക്കപ്പെടുന്നു, നന്മകൾ എഴുതപ്പെടുന്നു. ഹിർസമ്മിന ശൈത്താൻ, ശൈത്താനിൽ നിന്ന് പ്രൊട്ടക്ഷൻ ലഭിക്കുന്നു. അത്ര വലിയ പ്രതിഫലം അതിനേക്കാൾ കൂടുതൽ ചെയ്തവർക്കല്ലാതെ കിട്ടൂല. സുബ്ഹാനല്ലാഹ്, വലിയ ഓഫർ പറഞ്ഞ സംഗതിയാണ്. ഒരു ദിവസം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ ഓരോ ദിവസവും ഒരു 100 പ്രാവശ്യം ചൊല്ലുക. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, എന്റെ കുട്ടിക്കാലത്തൊക്കെ എന്റെ ഉമ്മ അധ്വാനിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതേ ഉമ്മയാണ് അതേ അരി അരക്കുന്നത്, അത് അമ്മിയും കുട്ടിയും വെച്ച് അരക്കുകയാണ്. ഉമ്മയാണ് നെല്ല് കുത്തുന്നത്, അത് ഒലക്കയും ഒരളും വെച്ച് കുത്തുകയാണ്. ഉമ്മയാണ് വെള്ളം കോരിക്കൊണ്ടുവരുന്നത്, അത് ഉമ്മ ഇങ്ങനെ പാളയും കയറും അല്ലെങ്കിൽ ബക്കറ്റും കയറും വെച്ച് കോരുകയാണ്. അങ്ങനെ ഒരുപാട് അധ്വാനിച്ചുകൊണ്ടാണ് നമ്മുടെ ഉമ്മമാര് പഴയ കാലത്ത് ജീവിച്ചിരുന്നത്. എന്നാലും അവർ ഖുർആൻ ഓതാൻ സമയം കാണാറുണ്ട്, ദിക്ർ ചൊല്ലാൻ സമയം കാണാറുണ്ട്, വഅദ് കേൾക്കാൻ സമയം കാണാറുണ്ട്, അവരതാ നല്ല കാര്യങ്ങൾക്കൊക്കെ സമയം കാണാറുണ്ട്. ഇപ്പോൾ നമ്മുടെ സഹോദരിമാർക്ക് അതാ വെള്ളം കിണറ്റിൽ നിന്ന് കോരിയെടുക്കേണ്ടതില്ല, അമ്മിയും കുട്ടിയും വെച്ച് അതാ അരക്കേണ്ടതില്ല. അതുപോലെ അവര് ഒരളും ഒലക്കയും വെച്ച് നെല്ല് കുത്തേണ്ടതില്ല. അതെല്ലാം അതാ ഉപകരണങ്ങളിലൂടെ നടക്കുകയാണ്. ജോലിയെടുക്കാത്തതിന്റെ പേരിൽ പല സ്ത്രീകൾക്കും പലപ്പോഴും ആരോഗ്യത്തിന് കേടുവരികയാണ്. അപ്പോൾ ചില സ്ത്രീകൾ രാവിലെ സുബഹിക്ക് എഴുന്നേറ്റ് ഓടാൻ പോവുകയാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ സമയം ധാരാളം ലഭിക്കുന്നുണ്ടല്ലോ നമ്മുടെ സഹോദരിമാർക്ക്.
ഞാൻ പറയട്ടെ, എല്ലാ ദിവസവും നിങ്ങൾ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ എന്ന 100 ദിക്ർ ചൊല്ലി എൻ്റെ ഉമ്മമാരെ 10 ഒട്ടകം ദിവസേന സദഖ ചെയ്ത പ്രതിഫലം സമ്പാദിക്കൂ. ഇതുപോലെ ഞാൻ എൻ്റെ കാരണവന്മാരോട് പറയട്ടെ, അൽഹംദുലില്ലാ, അല്ലാഹു നമുക്ക് ആയുസ് തന്നു. നമ്മൾ ഈ ലോകത്ത് കുറെ കാലം ജീവിച്ചു. സുബ്ഹാനല്ലാഹ്, ഞാൻ പഴയ കാലത്ത് ആറളത്തും മിരിട്ടിയിലൊക്കെ വന്ന് പ്രസംഗിച്ച കാലം എനിക്ക് ഓർമ്മയുണ്ട്. അന്നത്തെ കാലത്ത് എനിക്ക് ശരിക്ക് താടി മുളച്ചിരുന്നില്ല. അതിന്റെ ശേഷവും പലപ്പോഴും ഈ ഭാഗങ്ങളിൽ വന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ തലയിലിരുന്നത് കറുത്ത കാക്കയായിരുന്നു. ഷാഫി ഇമാമിന്റെ ശൈലിയാണ് ഞാൻ പറയുന്നത്. അന്ന് എൻ്റെ തലയിലിരുന്നത് കറുത്ത കാക്കയായിരുന്നു. ഇപ്പോൾ എൻ്റെ തലയിലും താടിയിലുമൊക്കെ ഇരിക്കുന്നതുള്ള കൊക്കാണ്. അഥവാ കറുത്തതൊക്കെ വെളുത്തുപോയി. അതറിയിക്കുന്നത് എന്താണ്? ഇനി കൂടുതൽ കാലമില്ലെന്നാണ്. മെനിഞ്ഞാന്ന് ഞാനൊരു നിക്കാഹിന് പോയി. നിക്കാഹിന്റെ സ്റ്റേജിൽ എടുത്തിരുന്ന NKC അഹമ്മദ് ക എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം സിറാജുൽ ഹുദയുടെ സജീവ പ്രവർത്തകനാണ്. അതേ സിറാജുൽ ഹുദയുടെ കീഴിലുള്ള 100ഓളം പള്ളികളിൽ ഒരു പള്ളിയുടെ പ്രസിഡന്റായും അതിന്റെ സ്ഥാപകനായും എല്ലാം നന്നായി പ്രവർത്തിച്ച ആളാണ്. അദ്ദേഹം സ്റ്റേജിൽ എൻ്റെ കൂടെ നിക്കാഹിന് പങ്കെടുത്തു. കഴിഞ്ഞ് എൻ്റെ കൂടെ ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്തേക്ക് വന്നു. എൻ്റെ കാറിൽ കയറിയിട്ട് അദ്ദേഹം അടക്കം നേതൃത്വം നൽകുന്ന പള്ളി അത് കുറച്ച് പുനഃക്രമീകരിച്ചിട്ടുണ്ട്, മോഡിഫൈ ചെയ്തിട്ടുണ്ട്. അതെല്ലാം കൊണ്ടുപോയി എനിക്ക് കാണിച്ചു തന്നു. ഞാൻ അദ്ദേഹവുമായി സലാം പറഞ്ഞ് കാറിൽ കയറി യാത്ര ചെയ്തു. ഞാൻ ഇന്നലെ കാസർഗോഡ് കർണാടക ഭാഗത്തേക്ക് പോകുമ്പോ എനിക്ക് വിളിച്ചു പറയുന്നു, മുത്തലിബ് ഉസ്താദ് NKC അഹമ്മദ് ക മരണപ്പെട്ടു പോയി. എനിക്ക് പെട്ടെന്ന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഏത് NKC എന്ന് ഞാൻ ചോദിച്ചു പോയി. സുഹൃത്തുക്കളെ, ഇന്നലെ ഉച്ചവരെ അദ്ദേഹത്തിന് ഒരു പ്രശ്നവുമില്ല. അദ്ദേഹം സിറാജുൽ ഹുദയിൽ വന്നു. അവിടെ നിന്നാണ് അദ്ദേഹത്തിന് ക്ഷീണമായി. അവിടെ നിന്ന് അതാ മറിഞ്ഞു വീഴുന്നു. ആശുപത്രിയിലെത്തുമ്പോഴേക്ക് മരണപ്പെട്ടു പോയിരിക്കുന്നു. അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗം കൊടുക്കട്ടെ, ഖബർ സന്തോഷത്തിലാകട്ടെ. ഞാൻ രാവിലെ ഇന്നലെ പുറപ്പെട്ടു വന്ന വരവാണ്. പക്ഷേ എനിക്കവിടെ പോകാൻ കഴിഞ്ഞില്ല. ഞാൻ ഇങ്ങനെ യാത്ര ചെയ്തു വരികയാണ്. ഞാനിങ്ങനെ ചിന്തിക്കുന്നു, എന്നെ റബ്ബ് പിടിച്ചെടുക്കുന്ന എവിടെ വെച്ചാണ്, എപ്പോഴാണ്, ദിവസമേതാണ്, സമയം ഏതാണ്, കൊല്ലം ഏതാണ്, എനിക്കറിയില്ലല്ലോ. താടിയും തലയുമൊക്കെ നരച്ചു പോയില്ലേ. അപ്പോൾ ഞാൻ വേണ്ടതെന്താണ്? പോകുന്ന സ്ഥലത്തേക്ക് പരമാവധി സമ്പാദിക്കുകയല്ലേ വേണ്ടത്. എന്നാൽ യുവാക്കളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, എൻ്റെ കൂടെ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന എൻ്റെ ശിഷ്യന്മാരായ ആളുകൾ, അതിൽ സഖാഫികളുണ്ട്, അതുപോലെ തന്നെ അതാ സുറൈജികളുണ്ട്, പലരുമുണ്ട്. ഷരീഫ് സഖാഫി, അദ്ദേഹം അതിൻ്റെ തൊട്ടടുത്ത വീട്ടുകാരനാണ്. അദ്ദേഹം മരിച്ചത് പ്രായമായിട്ടല്ല. അതിൻ്റെ തൊട്ടടുത്ത വീട്ടിലുള്ള മാക്കൂൽ മുഹമ്മദ് മരിച്ചത് പ്രായമായിട്ടല്ല. എത്ര യുവാക്കൾ നമ്മളെ വിട്ടു പിരിഞ്ഞു പോയി. എന്തിനധികം പറയണം, 18 വയസ്സുള്ള കുട്ടി, 19 വയസ്സുള്ള കുട്ടി, പലരും നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് തന്നെ മറിഞ്ഞു വീണ് മരിച്ചുപോയ മക്കളില്ലേ, അപകടത്തിൽപ്പെട്ട് മരിച്ചവരില്ലേ. ഏത് സമയത്തും മനുഷ്യന് മരണം സംഭവിക്കാമല്ലോ. ഒരാൾക്കും എനിക്ക് കുറെ കാലമുണ്ടെന്ന് വിചാരിച്ചു ഇരിക്കാൻ നിവൃത്തിയില്ലല്ലോ. വിളിക്കുമ്പോൾ പോവുകയല്ലാതെ പിന്നെ എന്താണ്, എവിടുന്ന് ആർക്ക് എങ്ങനെ കിട്ടിയാലും എല്ലാറ്റിന്റെയും ക്രെഡിറ്റ്, എല്ലാറ്റിനും സ്തുതിക്കപ്പെടാൻ അർഹൻ അല്ലാഹുവാണ്. വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. അല്ലാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്.